KSEBയുടെ മുൻ ചെയർമാൻ ഡോക്ടർ ബി അശോക് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിലാണ് ഈ കാര്യം വെളിപ്പെടുത്തിയത്. ഇങ്ങനെയാണ് ഈ സ്മാർട്ട് മീറ്റർ നടപ്പാക്കാതെ കിടക്കുന്നത്. KSEBയുടെ പല ജോലികളും ചെയ്യുന്നത് കോൺട്രാക്റ്റാണ്. KSEB ജീവനക്കാരല്ല. അതിന് ജീവനക്കാരതിനുണ്ട്. അത് കൂടാതെ കോൺട്രാക്റ്റ് വയ്ക്കും. താമസിയാതെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ വില്ലേജ് ഓഫീസൊക്കെ ഉണ്ടല്ലോ, അതും കോൺട്രാക്റ്റ് കൊടുക്കും ആർക്കെങ്കിലും. എന്നിട്ട് ഇവർ ആഫീസർമാരായിട്ട് ഇങ്ങനെ ഞെളിഞ്ഞിരിക്കും. കോൺട്രാക്ടർ അയാൾക്ക് തോന്നിയ പോലെ എന്തെങ്കിലും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള സംവിധാനം വരും. അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യാതെ ആകുമ്പോൾ ജോലി നടക്കണ്ടേ, അപ്പം അതിന് കോൺട്രാക്ടർ വയ്ക്കും. സർക്കാർ ഉദ്യോഗസ്ഥർ ഇടനിലക്കാരായിട്ട് ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള ഇതിലേക്ക് നമ്മുടെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ കൂടുതൽ കാശുണ്ടാക്കുന്ന മേഖലകളിലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്മാർട്ട് മീറ്റർ വെച്ച് കഴിഞ്ഞാൽ സിനിജി ഇതിൻ്റെ ബേസിക് എന്താണ്? നിങ്ങൾ എടുക്കുന്ന കറൻറ്റിന് ഇത്ര യൂണിറ്റിന് ഇത്ര രൂപ, അതങ്ങ് മേടിച്ചാൽ പോലും. ഇതിനകത്ത് എന്താ ഇത്ര വലിയ സാധനം എനിക്ക് മനസ്സിലാവുന്നു. അല്ല, അങ്ങനെ മേടിക്കുന്നില്ല. കാരണം ഒരു മാസം നമ്മൾ ഉപയോഗിക്കുന്നു, അത് കഴിഞ്ഞ് രണ്ടാമത്തെ മാസം ഉപയോഗിക്കുന്നു. അപ്പോൾ ആ 2 മാസം ഇത്ര യൂണിറ്റ് മുകളിൽ വന്നുകൊണ്ട് ഇത്ര താരിഫ്, ആ രീതിയിലൊക്കെ നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത കുറേ കണക്ക്. അതെ, മനസ്സിലാക്കാൻ പറ്റാത്ത കണക്കുണ്ടാക്കുന്നത് കൂടുതൽ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കോംപ്ലിക്കേറ്റഡ് ആക്കി കഴിഞ്ഞാൽ അവർ കൂടുതലെടുത്താൽ നമുക്ക് മനസ്സിലാവില്ല. ഇതിലും ഭേദം ഉപഭോക്താക്കളെ തട്ടിക്കാനുള്ള സ്മാർട്ട് മീറ്ററിൽ തന്നെ നിങ്ങൾക്ക് തട്ടിക്കാം. മൊബൈൽ കമ്പനികളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.